പന്തളമന്നൻ അയ്യന്റെ മുന്നിൽ താണു നമസ്കരിച്ചു. തന്റെ അവതാര ലക്ഷ്യം കഴിഞ്ഞെന്നു ചൊല്ലി മണികണ്ഠൻ എല്ലാവരെയും പിരിയുവാനുള്ള സമയമായെന്നരുളി. അയ്യപ്പ സ്വാമി തൻ വാക്കുകൾ കേട്ടപ്പോൾ ഏവർക്കും സങ്കടമായി. രാജാവതു കേട്ടു ദുഃഖിതനായി കാണും, സംശയമില്ലല്ലോ. അയ്യപ്പൻ എന്തു പറഞ്ഞു വച്ചാ അപ്പോൾ പന്തള രാജനോട്? ഞാനിപ്പോളെയും ശരം ചെന്നു വീഴും മലയിലെ സ്ഥാനമതിൽ ക്ഷേത്രം പണിതെന്നെ വാഴിക്കുവാനെന്നരുളി മണികണ്ഠൻ. അങ്ങനെ അയ്യപ്പനെയ്ത ശരം വീണ ശബരിമല മുകളിൽ ക്ഷേത്രം പണിതു പ്രതിഷ്ഠയും ചെയ്യിച്ചു പന്തള രാജനെന്ന്. സ്വാമി ശരണം ശരണമയ്യ, സ്വാമിയല്ലാതെ ശരണമില്ല. ദേവ ശരണം ശരണമയ്യ, സുരനാഥനല്ലാതെ ശരണമില്ല. വേദസാരം ശരണമയ്യ, വിശ്വനാഥസുരം ശരണമയ്യ, വിഘ്നരാജ സഹോദര കയ്യയ്യ. ശബരിമല മുകളിൽ ആരാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയതച്ഛനറിയാമോ? വിശ്വകർമാവെന്ന ദേവശില്പി അന്നു ശബരിമലയിലെത്തി. അയ്യപ്പ സ്വാമിക്കു സുന്ദരമായൊരു ശ്രീകോവിലും പണിതു. 18 പടിയുള്ള കോവിലിനുള്ളിൽ അയ്യപ്പ വിഗ്രഹത്തെ മഹാമുനിയായ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയല്ലോ. ശാസ്ത്ര പ്രതിഷ്ഠയിൽ അയ്യപ്പ ചൈതന്യം എങ്ങനെ വന്നു വച്ചാ? പിന്നെ എന്തുണ്ടായി? അയ്യപ്പൻ എങ്ങോട്ടു പോയെന്നറിയാമോ? 18 പടിയും കയറി മണികണ്ഠൻ കോവിലിനുള്ളിലെത്തി. വിഗ്രഹത്തിങ്കൽ വിലയം പ്രാപിച്ചു ശാസ്താവിൽ ലയിച്ചു. ധർമ്മശാസ്താവിന് അവതാരമായുള്ള ശ്രീ ശബരീശനയ്യൻ ഭക്തജനങ്ങൾക്കു മുക്തിയേകാനായി വാഴുന്നു പൊന്മലയിൽ. സ്വാമിയേ ശരണമയ്യ, അയ്യനേ ശരണമയ്യ, ശരണം ശരണമയ്യ, ശരണമയ്യപ്പ. കരിമലവാസനയ്യ, കലിയുഗ വരദനയ്യ, ഹരിഹര തനയനയ്യ, അഭയമയ്യപ്പ. വരുന്നിപ്പോൾ അയ്യനെ ദർശിക്കുവാൻ, ഭക്തർക്കു നിത്യസുഖമരുളിടുന്ന സ്വാമിയെ ദർശിക്കുവാൻ. ശനിയുടെ അധിപനാം അയ്യപ്പ സ്വാമി കലിയുഗ വരദനല്ലോ. ശനിദോഷം മാറുവാൻ അയ്യപ്പ ദർശനമേക വഴിയല്ലോ. നേരം വേളുക്കട്ടെ മോളെ നമുക്കു മല കയറാൻ തുടങ്ങാം. അയ്യപ്പ സ്വാമിയെ ധ്യാനിച്ചു മോളെ നീ മെല്ലെ ഉറങ്ങിക്കൊള്ളൂ. നേരം വെളുത്തല്ലോ, പമ്പയിൽ നമ്മൾ കുളിച്ചു കയറിയല്ലോ. ബലിയും കഴിഞ്ഞല്ലോ, സദ്യയുമുണ്ടല്ലോ, എന്തിനി ചെയ്തിടേണ്ടു? പമ്പയിൽ വാഴുന്ന ശ്രീഗണനാഥന്റെ ശ്രീലകം കണ്ടുവോ നീ?
കെട്ടുമെടുത്തു ശരണം വിളിച്ചുകൊണ്ടച്ഛന്റെ കൂടെ വരൂ. ഗംഗണനാഥന്റെ കോവിലിൻ മുന്നിൽ നീ എത്തമിടു മകളെ. വിഘ്നങ്ങൾ നീങ്ങുവാൻ നാളികേരം നീ ഇവിടെ ഉടച്ചോളൂ. സ്വാമിയേ ശരണമയ്യ, അയ്യനേ ശരണമയ്യ, കരിമലവാസനയ്യ, കലിയുഗ വരദനയ്യ, കാനന ശ്രീലകം കാത്തു വിളങ്ങും സ്വാമിയെ കാണുവാനായി, കഴലിന കൈ തൊഴാനായി വരുന്നേ ഞങ്ങളിതാ. കേരമുടച്ചു ഞാനുണ്ണി ഗണേശ്വര ദർശനം നേടിയല്ലോ. ചാരേ കാണും നടകളിൽ ആരൊക്കെ വാണരുളുന്നു വച്ചാ. പാർവതിയെയും മഹേശ്വരനെയും കൈവണങ്ങു മകളെ. ചാരത്തു കാണുന്ന ശ്രീരാമകോവിലിൻ മുന്നിൽ നമസ്കരിക്കൂ. ശ്രീ ഹനുമാനെയും നാഗങ്ങളെയും കണ്ടു നീ പ്രാർത്ഥിക്കൂ. പന്തളരാജനു കാണിക്കയർപ്പിച്ചു ഭസ്മപ്രസാദം വാങ്ങൂ. എങ്ങു തീരത്തല്ല സ്വാമി ശരണം വിളി മുഴങ്ങുന്നുവല്ലോ. ഈ മല കേറുമ്പോൾ അച്ഛാ എനിക്കൊട്ടും ക്ഷീണവുമില്ലല്ലോ. മോളെ അതെല്ലാം അയ്യപ്പ സ്വാമി തൻ ശക്തി വിശേഷമല്ലോ. ഉള്ളു തുറന്നു ശരണം വിളിക്കുമ്പോൾ കാത്തിടുന്നയ്യനയ്യൻ. എങ്കിലും മോളെ നീ ശ്രദ്ധിച്ചു വേണമീ നീലിമല കയറാൻ. നല്ല തീരക്കല്ലോ തെന്നി വീഴാതെ നീ മുന്നേ നടന്നുകൊള്ളൂ. സങ്കടരൂപനെ സങ്കടനാശനെ സംഗീതപ്രിയനെ ശിവമോഹിനി പുത്രനെ സുന്ദരജാതനെ ശ്രീ ശബരീശ്വരനെ ശരണം തരണമയ്യ, ഞങ്ങൾക്കഭയം തരണമയ്യ. ശരണം തരണമയ്യ, ഞങ്ങൾക്കഭയം തരണമയ്യ. എന്തിനാണെല്ലാവരും ഇവിടെ അരിയുണ്ടയെറിഞ്ഞിടുന്നു. അച്ഛാ ഞാനും ആ കൊക്കയിലേക്ക് അരിയുണ്ടയെറിഞ്ഞിടട്ടെ. അപ്പാച്ചി മേടെന്നറിയുമീ വീടം ഏറെ പ്രസിദ്ധമല്ലോ. ദുർദേവതകളെ പ്രീതരാക്കാനി അരിയുണ്ട നീ എറിയൂ. മെല്ലെ നടക്കുക മോളെ, നമുക്കു ശബരി പീഠത്തിലെത്താം. ഭക്തശബരിതൻ സങ്കേതമാണിതു പുണ്യം നിറഞ്ഞ ഇടം. ഭക്തശബരിയതാരെന്നു ചൊല്ലു കേൾക്കുവാൻ മോഹമായി. ശബരിമല എന്ന പേരിനു കാരണം ഭക്തശബരിയാണു. ശബരി എന്ന തപസ്വിനി പണ്ടു തപസ്സനുഷ്ഠിച്ചിവിടെ. അയ്യപ്പ സ്വാമിയ യോഗിനിക്കന്നു മോക്ഷവുമേകിയല്ലോ. ശബരിതൻ ആശ്രമം നിന്ന സ്ഥലമി ശബരിപീഠം മകളെ. അതിനാൽ ഈ മല ശബരിമല എന്നറിയാൻ തുടങ്ങിയല്ലോ. സ്വാമി ശരണം ശരണമയ്യ, ഇന്നും സ്വാമിയല്ലാതെ ശരണമില്ല. ദേവാ ശരണം ശരണമയ്യ, സുരനാഥനല്ലാതെ ശരണമില്ല. വേദസാരം നീ ശരണമയ്യ, വിശ്വനാഥസുതം നീ ശരണമയ്യ, വിഘ്നരാജ സഹോദരനയ്യനയ്യ.
കൈകൂപ്പിടുന്നുവല്ലോ. ശബരിപീഠത്തിന്റെ മുന്നിൽ നീയും നമസ്കരിക്കൂ മകളെ. ഭക്തശബരിയെ ഉള്ളിൽ ധ്യാനിച്ചു കർപ്പൂരവും തെളിക്കൂ. നല്ല കയറ്റമാണെങ്കിലും അയ്യൻ കയറ്റി വിടും നിന്നെ. അല്പസമയം കഴിഞ്ഞാൽ നമ്മൾ ശരംകുത്തിയാലിലെത്തും. അച്ഛാ എനിക്കു ശരൺ കുത്തിയാലിൽ ചരിത്രം പറഞ്ഞു തരൂ. അവിടെയാണ് ശരം തറയ്ക്കേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ. മോക്ഷം കൊടുത്തു മഹിഷിക്കു സ്വാമി മാളികമേലിരുത്തി. മംഗല്യം ചെയ്യുവാൻ മോഹിച്ച ദേവിയോടയ്യൻ പറഞ്ഞുവല്ലോ. കന്നി അയ്യപ്പന്മാർ ആരുമെത്താത്തൊരു മണ്ഡലക്കാലം വന്നാൽ ദേവിയെ അന്നു ഞാൻ മംഗല്യം ചെയ്തിടും. സത്യമാണീ വാക്ക്. സ്വാമിയേ ശരണമയ്യ, അയ്യനേ ശരണമയ്യ, ശരണം ശരണമയ്യ, ശരണമയ്യപ്പ. കരിമലവാസനയ്യ, കലിയുഗ വരദനയ്യ, കരികട തനയനയ്യ, അഭയമയ്യപ്പ. ഏറെ രസം തോന്നും ഈ കഥ കേൾക്കുമ്പോൾ പിന്നെ എന്തുണ്ടായി? മഞ്ചമാതാവിന്റെ മോഹം ഇതുവരെ പൂവണിഞ്ഞില്ലേ അച്ഛാ? കന്നി അയ്യപ്പന്മാരല്ലോ ഈയാലിൽ അമ്പു തറച്ചിടുന്നു. എല്ലാ മകരവും മാളികയമ്മ ശരംകുത്തിയാലിലെത്തും. ആലിൽ തറച്ച ശരങ്ങളെ കാണുമ്പോൾ ദുഃഖിതയായി മടങ്ങും. അങ്ങനെ ഈ കഥ സങ്കടമോടെ ഇന്നും തുടർന്നിടുന്നു. ശരം കുത്തിയാലിൽ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നിടുന്നു. മഞ്ചമാതാവിനെ ദർശിക്കുവാൻ എനിക്ക് ആഗ്രഹമേറിടുന്നു. മോളെ ശരംകുത്തിയാലിൽ നിറച്ചു ശരങ്ങൾ കണ്ടുവോ നീ? കയ്യിലിരിക്കുന്ന കൂർത്ത ശരം നീ ആൽമരത്തിൽ തറയ്ക്കൂ. മഞ്ചമാതാവിനെ നന്നായി ധ്യാനിച്ചു മെല്ലെ നീ പ്രാർത്ഥിക്കൂ. മോളു തറച്ച ശരം കണ്ടാലും അമ്മ ഏറെ അനുഗ്രഹിക്കും. സ്വാമിയേ